ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്ന ഗോവിന്ദൻ എല്ലാ ദിവസവും ഭഗവാനെ ദർശനം നടത്താനായിട്ട് ക്ഷേത്രത്തിലെത്തിയിരുന്നു. ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കിഴക്കേ നടയിൽ ഇരിക്കുന്ന ഒരു കുഷ്ഠരോഗിക്ക് കയ്യിലുള്ള പ്രസാദവും ചന്ദനവും പൂവും ഒക്കെ നൽകിയിട്ട് അദ്ദേഹം പോകും. രോഗി അതൊന്ന് നോക്കുക പോലും ചെയ്യാതെ വായിലിടും. കുറേ കാലമായി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ഒരു ദിവസം രോഗിയെ കാണാതായി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തടിച്ച് സുന്ദരനായ ഒരാൾ ഗോവിന്ദനെ കണ്ട് കൈകൂപ്പി. ഗോവിന്ദന് ആളെ മനസ്സിലായില്ല. അത് മനസ്സിലാക്കിയ അയാൾ പറഞ്ഞു, താങ്കൾ നിത്യവും പ്രസാദം തന്നിരുന്ന കുഷ്ഠരോഗിയാണ് ഞാൻ. 2 മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഇവിടെ നിൽക്കേണ്ട, ഉടനെ വൈക്കത്തേക്ക് പൊയ്ക്കോളൂ എന്ന്. ഞാനത് കാര്യമായി എടുത്തില്ല. തുടർ ദിവസങ്ങളിലും ഇത് തന്നെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഗുരുവായൂരപ്പൻ വന്ന് പറയുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വൈക്കത്തപ്പൻ്റെ അടുത്ത് പോയി കുറേ ദിവസം ഭജനയിരുന്നു. നോക്കൂ, എനിക്കിപ്പോൾ ഒരസുഖവുമില്ല. ഗുരുവായൂരപ്പൻ വാതരോഗത്തെ ശമിപ്പിക്കുമ്പോൾ ത്വക്കുരോഗത്തിൻ്റെ ആശ്വാസത്തിന് ഗുരുവായൂരപ്പൻ തൻ്റെ ഭക്തനെ വൈക്കത്തപ്പൻ്റെ അടുത്തേക്ക് അയക്കുകയായിരുന്നു. അത്ഭുതപ്പെട്ടു പോയ ഗോവിന്ദൻ ഭഗവാൻ അറിയാതെ ഒരില പോലും ചലിക്കുന്നില്ല എന്ന് ആത്മഗതം ചെയ്ത് ഭഗവാനെ ഒന്നുകൂടി തൊഴുത് നടന്നകന്നു.